നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി വായിക്കാം. പോർക്കുളത്ത് നിന്ന് മാലതി പിയുടേതാണ് പരാതി. എന്റെ വീടിനോട് ചേർന്ന് അയൽവാസിയുടെ തെങ്ങുണ്ട്. തെങ്ങിൽ നിന്നും തേങ്ങയും മറ്റും വീണ് എന്റെ വീടിന്റെ ഷീറ്റ് പൊട്ടുകയും വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യാറുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് പലതവണ വീട്ടുകാരോട് പറഞ്ഞിട്ടുമുണ്ട്. ശരിയാക്കി തരാമെന്ന് പറയുന്നതല്ലാതെ നാളിതുവരെയായിട്ടും ശരിയാക്കി തന്നിട്ടില്ല. തുടർന്ന് പഞ്ചായത്തിലും പരാതി കൊടുത്തിരുന്നു. പഞ്ചായത്തിൽ നിന്നും പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വന്ന് കാര്യങ്ങൾ നോക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. തുടർന്ന് ഈ എതിർ വീട്ടുകാരോട് സംസാരിക്കാമെന്ന് പറഞ്ഞു പോയതല്ലാതെ യാതൊരുവിധ തീരുമാനവും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്റെ വീട് 950 സ്ക്വയർ മീറ്ററാണ്. സൗകര്യങ്ങൾ വളരെ കുറവാണ്. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ വീടിന്റെ പിൻഭാഗത്ത് ഷീറ്റിടുന്നതുമായി ബന്ധപ്പെട്ട് ഈ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനു ശേഷമാണ് എനിക്ക് ഷീറ്റ് ഇടാനായത് തന്നെ. ഈ ഷീറ്റിലാണ് ഇപ്പോൾ തേങ്ങയും ഓലയും എല്ലാം വീണ് ഷീറ്റിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. കുറച്ചുനാൾ മുമ്പ് ഇതേക്കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞിരുന്നു. തുടർന്ന് പോലീസ് ഞങ്ങൾ രണ്ടു കൂട്ടരെയും വിളിക്കുകയും കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്തു കൊടുക്കണമെന്ന് ഇവരോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് വീട്ടുകാർ തെങ്ങ് വലിച്ചു കെട്ടിയിരുന്നു. എന്നാൽ അവിടെയുള്ള വലിയ മരങ്ങളുടെ കൊമ്പുകൾ വെട്ടിയിരുന്നില്ല. ഈ മരങ്ങളുടെ കൊമ്പുകൾ കാരണമാണ് തെങ്ങ് വീടിനോട് ചേർന്ന് വന്നിരിക്കുന്നത്. ഇപ്പോഴും തെങ്ങ് വീടിന്റെ മേലേക്ക് തന്നെയാണ് ചാഞ്ഞിരിക്കുന്നതും. കൂടാതെ അയൽവാസിക്ക് കുറച്ചധികം പറമ്പുണ്ട്. ഈ പറമ്പ് വൃത്തിയാക്കാതെ കാടായി കിടക്കുകയാണ്. അവിടെ നിന്നും ഇഴജന്തുക്കളുടെ ശല്യവും ഞങ്ങൾക്ക് വളരെയധികം ഉണ്ട്. ആയതിനാൽ ഇതിനെല്ലാം എവിടെയാണ് ഞങ്ങൾ പരാതി കൊടുക്കേണ്ടത്? ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകനായ VC രാജേഷ്. ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ മറ്റൊരാളുടെ സ്വത്തുവകകളോ അല്ലെങ്കിൽ സ്വൈര്യമായ ജീവിതമോ തടസ്സപ്പെടുത്താൻ മറ്റാർക്കും അവകാശമില്ല. ഇവിടെ കാലങ്ങളായി ചോദ്യകർത്താവിന് അയൽവാസിയുടെ വീട്ടിൽ നിന്നും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെ തുടർന്ന് പഞ്ചായത്തിൽ പരാതി കൊടുത്തെങ്കിലും കാര്യമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നും ആണ് വ്യക്തമാകുന്നത്. ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്നത് ഒന്ന്, RDOക്ക് പരാതി കൊടുക്കുകയും അതിനുശേഷം ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്തതിനു ശേഷം എന്നിട്ടും പരിഹാരമൊന്നും ഉണ്ടായില്ല എങ്കിൽ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ മുനിസിപ്പൽ കോടതിയെ സമീപിക്കുവാനും എതിർകക്ഷിക്കെതിരെ, അതായത് അയൽവാസിക്കെതിരെ ഇത്തരം കാര്യങ്ങളെല്ലാം തടഞ്ഞുകൊണ്ട് ഒരു ഇൻജങ്ഷൻ ഓർഡർ വാങ്ങിക്കുവാനും കഴിയും. അതോടൊപ്പം തനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളിൽ നിന്ന് നഷ്ടപരിഹാരം കൂടി ആ ഹർജിയിൽ തന്നെ ആവശ്യപ്പെടാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി RDOക്ക് പരാതി കൊടുക്കുകയോ ഇനി അല്ലെങ്കിൽ നേരിട്ട് തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിവിൽ കോടതിയെ സമീപിക്കുവാനോ സാധിക്കും. അതാണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന അഭികാമ്യമായ കാര്യം. മാത്രമല്ല, ഇവിടെ പരാതിക്കാരി ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർക്ക് കേസ് നടത്താനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ നിയമ സേവന അതോറിറ്റിക്ക് അപേക്ഷ കൊടുക്കുവാനും അക്കാര്യം അവിടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സൗജന്യമായി ഇതുമായി ബന്ധപ്പെട്ട നിയമസഹായം ലഭ്യമാക്കുവാനും കഴിയും. നിയമവേദിയിലെ അടുത്ത പരാതി തൊടുപുഴയിൽ നിന്നും ശശി VSന്റേതാണ്. ഞാൻ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലാണ് താമസിക്കുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ പട്ടയഭൂമിയായ 12 സെന്റിൽ നിന്നും 8 സെന്റ് സ്ഥലം ഞാനും എന്റെ പിതാവും ചേർന്ന് എഴുതി വാങ്ങി. ബാക്കിയുള്ള 4 സെന്റ് സ്ഥലം എന്റെ ഭാര്യ വീട്ടുകാർ വാങ്ങുകയും തുടർന്ന് വിൽപ്പന നടത്തുകയും ചെയ്തു. ഞാൻ വാങ്ങിയ 8 സെന്റിൽ 4 സെന്റ് എനിക്ക് പോക്കുവരവ് ചെയ്ത് കിട്ടിയിരുന്നു. 8 സെന്റ് ഒന്നിച്ച് പോക്കുവരവ് ചെയ്ത് തരാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ബാക്കിയുള്ള 4 സെന്റ് പിന്നീട് ചെയ്ത് തരാമെന്നാണ് വില്ലേജ് ഓഫീസിൽ നിന്നും അറിയിച്ചത്. അച്ഛനിപ്പോൾ മരണപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബാക്കിയുള്ള 4 സെന്റ് സ്ഥലം പോക്കുവരവ് ചെയ്യുന്നതിന് വേണ്ടി ആധാരത്തിന്റെ കോപ്പി, മുന്നാധാരം, പട്ടയത്തിന്റെ കോപ്പി, ബാധ്യതാ സർട്ടിഫിക്കറ്റ്, അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ ഹാജരാക്കിയപ്പോൾ അവർ പറയുന്നത് എന്റെ സഹോദരിയുടെ പേരിലും കൂടിയേ ഇത് പോക്കുവരവ് ചെയ്ത് തരികയുള്ളൂ എന്നാണ്. എന്റെ അച്ഛന്റെ മരണശേഷം ഈ സ്ഥലം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നാണ് ആധാരത്തിൽ എഴുതിയിരിക്കുന്നത്. ആയതിനാൽ ഈ സ്ഥലം പോക്കുവരവ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി ഞാൻ എവിടെയാണ് പോകേണ്ടത്? ആരെയാണ് സമീപിക്കേണ്ടത്? ഈ കത്തിൽ പ്രതിപാദിച്ച കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവനപ്പറമ്പിൽ. ഈ കത്തിൽ ചോദ്യകർത്താവും അദ്ദേഹത്തിന്റെ പിതാവും കൂടി വാങ്ങിയ 8 സെന്റ് വകകളിൽ 4 സെന്റ് വകകൾ മാത്രമേ ചോദ്യകർത്താവിന്റെ പേരിലേക്ക് പോക്കുവരവ് ചെയ്ത് കിട്ടിയിട്ടുള്ളൂ എന്നും ബാക്കി 4 സെന്റ് വകകൾ ചോദ്യകർത്താവിന്റെ പേരിലേക്ക് മാത്രമായി അച്ഛന്റെ കാലശേഷം വന്നു ചേരുമെന്ന് ആധാരം തയ്യാറാക്കിയാൽ പറഞ്ഞിരുന്നതായും
അച്ഛന്റെ കാലശേഷം അതനുസരിച്ച് വില്ലേജിൽ പോക്കുവരവ് ചെയ്യാൻ ചെന്നപ്പോൾ ചോദ്യകർത്താവിന്റെ സഹോദരിയുടെ പേരുകൂടി ചേർത്തേ പോക്കുവരവ് ചെയ്ത് ലഭിക്കുകയുള്ളൂ എന്ന് വില്ലേജിൽ നിന്ന് അറിയാൻ സാധിച്ചു എന്നതാണ് വിഷയം. തീർവാങ്ങിയ ആധാരം കൂടി കത്തിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഇതിൽ ചോദ്യകർത്താവ് അച്ഛനുമായി കൂട്ടായി തീർവാങ്ങിയ 8 സെന്റ് വകകളിൽ 4 സെന്റ് വകകൾ ഈ തീറാധാരത്തിലെ എ പട്ടികയായി അച്ഛന്റെ പേരിലും ബാക്കി 4 സെന്റ് വകകൾ ബി പട്ടികയായി ചോദ്യകർത്താവിന്റെ പേരിലുമാണ് സിദ്ധിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ ബി പട്ടിക വകകൾ ചോദ്യകർത്താവിന്റെ പേരിലുള്ള ബി പട്ടിക വകകൾ ചോദ്യകർത്താവിന്റെ പേരിലേക്ക് പോക്കുവരവ് ചെയ്ത് ലഭിക്കുന്നതിന് സ്വാഭാവികമായും മറ്റു നിയമ തടസ്സങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാലാണ് പോക്കുവരവ് ചെയ്ത് കിട്ടിയത്. അതേസമയം എ പട്ടിക വകകൾ വിവരിക്കുന്ന 4 സെന്റ് വകകൾ ചോദ്യകർത്താവിന്റെ പിതാവിന്റെ പേരിൽ മാത്രം പൂർണ്ണാവകാശപ്പെട്ടു സിദ്ധിച്ചതിനാലും പിതാവ് ഈ വകകളെ സംബന്ധിച്ച് വിൽപത്രമോ മറ്റു കാരണങ്ങളോ ജനിപ്പിക്കാതെ മരണപ്പെട്ടതിനാലും പിതാവിന്റെ നിയമാനുസൃത പിന്തുടർച്ച അവകാശികൾക്ക് എല്ലാവർക്കും തന്നെ പിതാവിന്റെ പേരിൽ സിദ്ധിച്ച ആധാരത്തിലെ എ പട്ടിക പ്രകാരമുള്ള വകകളിൽ അവകാശമുണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നും അറിയിച്ചതുപോലെ ചോദ്യകർത്താവിന്റെ സഹോദരിയുടെ പേരിൽ കൂടി മറ്റു നിയമാനുസൃത അവകാശികൾ ഉണ്ടെങ്കിൽ അവരുടെ പേരുകൾ കൂടി ചേർത്ത് മാത്രമേ അച്ഛന്റെ പേർക്കുണ്ടായിരുന്ന 4 സെന്റ് വകകൾ പോക്കുവരവ് ചെയ്ത് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എ പട്ടിക പ്രകാരമുള്ള വകകളിൽ ചോദ്യകർത്താവിന്റെ പിതാവിന്റെ പേരിലുള്ള വകകളിൽ ചോദ്യകർത്താവിന് പോക്കുവരവ് ചെയ്ത് കിട്ടുന്നതിനായി ചോദ്യകർത്താവിന്റെ പേരിലേക്ക് മാത്രം അവകാശം സിദ്ധിക്കുന്നതിനായി മറ്റു നിയമാനുസൃത അവകാശികളുടെ കയ്യിൽ നിന്നും ഒഴിവുറി ആധാരമോ സെറ്റിൽമെന്റ് ആധാരമോ ഇഷ്ടദാന പ്രകാരമോ ചോദ്യകർത്താവ് അത് വാങ്ങിയെടുക്കുക എന്നതാണ്. ഇനി അവർ സഹകരിക്കാത്ത പക്ഷം ഇതെല്ലാവരും കൂടി ഭാഗാധാരം ചെയ്ത് ഭാഗം ചെയ്യുക എന്നതാണ്. ഓരോ 4 സെന്റ് സ്ഥലങ്ങൾ സഹോദരിക്കും ചോദ്യകർത്താവിനുമായിട്ട് ഭാഗം ചെയ്തെടുക്കുക. അതിനും അവർ തയ്യാറായില്ലെങ്കിൽ കോടതിയെ സമീപിച്ച് പാർട്ടീഷൻ സൂട്ട് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. കേരള റെന്റ് കൺട്രോൾ ആക്ട് നിലവിലെ വാടക നിയമങ്ങളെക്കുറിച്ചും വാടക നിയമത്തിൽ പുതുതായി വന്നിട്ടുള്ള ഭേദഗതികളെക്കുറിച്ചും സംസാരിക്കുന്നു ഹൈക്കോടതി അഭിഭാഷക ലക്സി ടി.എ. 2025 കേരളത്തിൽ പുതിയ വാടക നിയമം നിലവിൽ വന്നു എന്നും അതിലെ പ്രൊവിഷൻസ് എല്ലാം പഴയ നിയമത്തിൽ നിന്ന് അടിമുടി വ്യത്യാസത്തിലാണ് വന്നിരിക്കുന്നത് എന്നും മറ്റും പറഞ്ഞുകൊണ്ടുള്ള ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. എന്നാൽ പറഞ്ഞുകൊള്ളട്ടെ, 1965 നിലവിൽ വന്ന കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട് തന്നെയാണ് ഇന്നും കേരളത്തിലെ വാടക നിയമ വ്യവസ്ഥയെ പരിപാലിക്കുന്നത്. 1965 കെട്ടിടങ്ങളുടെ എണ്ണം വളരെയേറെ കുറവായിരിക്കുകയും കെട്ടിട ഉടമസ്ഥന്മാരുടെ ചൂഷണത്തിന് വാടകക്കാർ വളരെ അടിമപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ വാടകക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമം തന്നെയാണ് ഇന്ന് ബിൽഡിംഗ് ജംഗിളിൽ താമസിക്കുന്ന കേരളത്തിലും പ്രാബല്യത്തിലുള്ളത് എന്നതുകൊണ്ട് തന്നെ ഈ നിയമത്തിൽ കാലാനുസൃതമായ വ്യത്യാസങ്ങൾ അമെൻമെന്റുകൾ വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ഒരു ദിശയിൽ കേന്ദ്ര ഗവൺമെന്റ് 2021 ഒരു മോഡൽ ടെനൻസി ആക്ട് ഡ്രാഫ്റ്റ് ചെയ്യുകയുണ്ടായി. അത് പേര് പറയുന്ന പോലെ തന്നെ ഒരു ഡ്രാഫ്റ്റ് മാത്രമാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഈ മോഡൽ ടെനൻസി ആക്ടിന്റെ അകത്തുള്ള പ്രൊവിഷൻസിന്റെ അകത്തുനിന്ന് ഓരോ നിയമങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് പുതിയ കാലാനുസൃതമായ നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം കേന്ദ്ര ഗവൺമെന്റിന് ഇത് ഒരു പാർലമെന്റ് വഴി ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു നിയമമല്ല. ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് വാടക നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്. കാരണം ഇതൊരു സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട നിയമമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കേന്ദ്ര ഗവൺമെന്റ് അത്തരത്തിലുള്ള ഒരു കോമൺ ആക്ട് വാടക നിയമത്തെ സംബന്ധിച്ച് ഉണ്ടാക്കുകയില്ല. ഇനി എന്തൊക്കെയാണ് വാടക നിയമത്തിൽ പ്രാബല്യത്തിലുള്ള കാര്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിയമം പറയുന്നത് 8ാം ഖണ്ഡികയിൽ പറയുന്ന പ്രകാരം വാടക കൊടുത്തിരിക്കുന്ന കെട്ടിടത്തിന്റെ വാടക എമൗണ്ട് അതിൽ നിന്ന് ഒരു പൈസ പോലും കൂടുതലായി വാടക കെട്ടിടത്തിന്റെ ഉടമസ്ഥന് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. തിരിച്ച് കൊടുക്കേണ്ട ഒരു അഡ്വാൻസ് എമൗണ്ട് മേടിക്കാം, അതിൽ കൂടുതലായിട്ട് ഒന്നും മേടിക്കാൻ സാധിക്കുകയില്ല. ഇനി നിയമപരമായി അനുശാസിക്കുന്ന പ്രവർത്തികളിലൂടെ അല്ലാതെ, അതായത് കോടതി നടപടികളിലൂടെ അല്ലാതെ ഒരു വാടകക്കാരനെയും കെട്ടിട ഉടമസ്ഥന് ഒഴിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുക, വാട്ടർ കണക്ഷൻ കട്ട് ചെയ്യുക തുടങ്ങിയ പല കാര്യങ്ങളിലൂടെയും വാടക കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കാനായിട്ട് ഉള്ള നടപടികൾ എടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതെല്ലാം സെക്ഷൻ 13 പ്രകാരം നിയമപരമായി കുറ്റകരമാണ്. ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒരു വാടകക്കാരൻ ഫേസ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇതെല്ലാം പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടി വാടക നിയമത്തിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന റെന്റ് കൺട്രോൾ കോടതികൾ നമ്മുടെ കേരളത്തിലുടനീളം പ്രാബല്യത്തിലുണ്ട്.
ഈ റെന്റ് കൺട്രോൾ കോടതികളിലാണ് വാടക സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും സമർപ്പിക്കേണ്ടത്. ഇനി ഏതെല്ലാം നടപടിക്രമങ്ങളിലൂടെ വാടകക്കാരനെ ഒഴിപ്പിക്കാനായിട്ട് നിയമപരമായി അവകാശം കെട്ടിട ഉടമസ്ഥന് കൊടുത്തിട്ടുണ്ട് എന്ന് നോക്കാം. അതിൽ ഒന്നാമതായി പറയുന്നത് തന്നെ വാടക കുടിശ്ശിക വരുത്തുന്ന ഒരു വാടകക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു നോട്ടീസ് അയച്ച് താങ്കൾ എത്രയും പെട്ടെന്ന് വാടക കുടിശ്ശിക കൊടുത്തു തീർക്കൂ എന്ന് അറിയിച്ചതിന് ശേഷവും വാടക കുടിശ്ശിക നിലനിർത്തുന്ന അവസരത്തിൽ അക്കാരണം പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ച് അദ്ദേഹത്തിനെ കെട്ടിടത്തിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ, അതായത് എവിക്ഷൻ നടപടികളിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കെട്ടിട ഉടമസ്ഥനോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കോ ഈ വാടക കൊടുത്തിരിക്കുന്ന കെട്ടിടം സ്വന്തം ആവശ്യത്തിന് ആവശ്യമായി വരികയാണെങ്കിൽ ആ കാരണം കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒഴിപ്പിക്കൽ നടപടികൾ എടുക്കാം. മൂന്നാമത്, കെട്ടിട ഉടമസ്ഥൻ അറിയാതെ അനധികൃതമായി വാടകക്കാരൻ ഈ കെട്ടിടം പുനർവാടകയ്ക്ക് കൊടുക്കുക, അതായത് സബ്ലീസിന് കൊടുക്കുന്ന ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ അത് കോടതിയെ ബോധ്യപ്പെടുത്തിയും അദ്ദേഹത്തിനെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കാവുന്നതാണ്. നാലാമത്, കെട്ടിടത്തിന് കേടുപാടുകൾ വരുത്തുന്ന രീതിയിലോ കെട്ടിടത്തിന്റെ വാല്യൂ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഏതെങ്കിലും പ്രവൃത്തികൾ വാടകക്കാരൻ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടിയിട്ടായിട്ട് എത്രയും പെട്ടെന്ന് കോടതിയെ സമീപിച്ച് അദ്ദേഹത്തിനെ ഒഴിപ്പിക്കാവുന്നതാണ്. അഞ്ചാമത്, വാടകക്ക് എടുത്തിരിക്കുന്ന ആ വാടകക്കാരന് സ്വന്തമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈവശത്തിൽ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് പര്യാപ്തമായ കെട്ടിടം ഉണ്ടായിരിക്കുകയും എന്നിട്ടും ഈ വാടക കെട്ടിടത്തിൽ വന്ന് ഒക്യുപ്പേഷൻ എടുക്കുകയാണ് എന്ന് കോടതിയെ ധരിപ്പിക്കുന്ന മുറയ്ക്കും കോടതിയിൽ നിന്ന് ഒഴിപ്പിക്കൽ നടപടികൾ എടുക്കാവുന്നതാണ്. ആറാമതായിട്ട്, ഈ കെട്ടിടത്തിന് ഒരു പുനരുദ്ധാരണ പ്രവർത്തികൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ആ ആവശ്യത്തിന് വേണ്ടിയിട്ടായിട്ട് വാടകക്കാരനെ തൽക്കാലത്തേക്ക് ഒഴിപ്പിക്കാനുള്ള നടപടികളും കോടതി വഴി എടുക്കാം. പക്ഷേ പുനരുദ്ധാരണത്തിന് ശേഷം ഇതേ വാടകക്കാരന് തന്നെയാണ് ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അത് എൻഹാൻസ്ഡ് വാടകയിലായിരിക്കാം എന്ന് മാത്രം. ഇനി ഏഴാമത് പറയുന്നത്, ഈ വാടകക്കാരൻ 6 മാസത്തിൽ കൂടുതലായ കാലയളവിൽ വാടക കെട്ടിടം ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്നതായി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉപജീവനത്തിന് ആ വാടക അല്ലെങ്കിൽ താമസത്തിന് ആ വാടക കെട്ടിടം ആവശ്യമില്ല എന്ന ബോധ്യത്തിലും കോടതി ഒഴിപ്പിക്കൽ നടപടികൾക്ക് മുന്നോട്ട് പോകാം. എട്ടാമതായിട്ട് പറയുന്നത്, ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥനായി വരുന്നയാൾ ഒരു പബ്ലിക് സ്ഥാപനമാണ്, അതായത് മദർ, ചാരിറ്റബിൾ, എഡ്യൂക്കേഷണൽ സ്ഥാപനമായി വരികയും അവരുടെ പ്രവർത്തനത്തിനായിട്ട്, അതായത് പൊതുവായ പ്രവർത്തനത്തിനായിട്ട് ഈ വാടക കെട്ടിടം കൂടെ ആവശ്യമായി വരികയും ചെയ്യുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടായിട്ടും അദ്ദേഹത്തിന് ഒഴിപ്പിക്കാവുന്നതാണ്. ഒമ്പതാമത് പറയുന്നത്, വാടക കെട്ടിടത്തിന്റെ അകത്തെ ഒരു ഭാഗം കെട്ടിട ഉടമസ്ഥന്റെ ഓക്യുപ്പേഷനിൽ, അദ്ദേഹത്തിന്റെ കൈവശത്തിൽ, അദ്ദേഹത്തിന്റെ ഉപയോഗത്തിലുമായിരുന്നു എന്നൊരവസരത്തിൽ ഈ വാടക കൊടുത്തിരിക്കുന്ന കെട്ടിട ഭാഗങ്ങൾ കൂടെ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന്റെ വ്യവസായാവശ്യത്തിനോ അല്ലെങ്കിൽ താമസാവശ്യത്തിനോ ഒന്ന് എക്സ്പാൻഷൻ നടത്തണം എന്ന ഒരു സ്ഥിതി വരികയാണെങ്കിൽ അത് കോടതിയെ ബോധ്യപ്പെടുത്തിയും വാടകക്കാരനെ ഒഴിപ്പിക്കാവുന്നതാണ്. പക്ഷെ പറയുന്നു, ഒരു സ്പെസിഫിക് കാലയളവിലേക്കായിട്ടാണ് വാടക കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് മുൻപുള്ള കാലത്ത് വാടകക്കാരനെ ഒഴിപ്പിക്കാൻ സാധിക്കുന്നതല്ല. മറ്റൊന്ന്, എസെൻഷ്യൽ സർവീസസിനായിട്ട് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വാടകക്കാരനാണ് എന്നുണ്ടെങ്കിൽ കെട്ടിടത്തിന്റെ ഉടമസ്ഥനും അത്തരത്തിൽ ഒരു എസെൻഷ്യൽ സർവീസ് നടത്തുന്ന ഒരു ബിസിനസ് നടത്തുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ ഒഴിപ്പിക്കാൻ സാധിക്കുകയില്ല. ഈ ഒഴിപ്പിക്കൽ നടപടികൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര വാടകക്കാരനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. പക്ഷെ അതേ നിയമം തന്നെ ഖണ്ഡിക 12 കെട്ടിട ഉടമസ്ഥന്റെ വാടക എമൗണ്ട് ലഭിക്കുന്നതിനുള്ള അവകാശത്തെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുന്നതായി കാണാം. അതായത് വാടകയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വരികയോ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിട്ട് കോടതി വ്യവഹാരത്തിലേക്ക് കടക്കുന്ന ഒരു സ്ഥിതിയിൽ കെട്ടിടത്തിന്റെ വാടക കൃത്യമായി ഈ കോടതി വ്യവഹാരം നടക്കുന്ന സമയത്ത് കെട്ടിട ഉടമസ്ഥനെ കൊടുത്ത് ബോധിപ്പിക്കുന്ന ഒരവസരത്തിലോ അല്ലെങ്കിൽ കോടതിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടല്ലാതെയോ വാടകക്കാരന് കേസ് നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെ ഒരു കുടിശ്ശിക വരുത്തുന്ന അവസരത്തിൽ കോടതി നിയമ നടപടികളെല്ലാം നിർത്തിവെച്ച് വാടകക്കാരനോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനായി ആജ്ഞാപിക്കുന്നതാണ്. നേരത്തെ നമ്മൾ പറയുകയുണ്ടായി വാടക കെട്ടിടത്തിനകത്തുനിന്ന് കുടിശ്ശിക വരുത്തുന്ന ഒരാളെ കുറിച്ചിട്ട് ഒഴിപ്പിക്കൽ നടപടികളിലെ ആദ്യത്തെ ഖണ്ഡികയെ പറഞ്ഞ കാര്യം. അതിൻ്റെ അകത്ത് ഈ കോടതിയിൽ നിന്നൊരു ഓർഡർ, ഒരു എവിക്ഷൻ ഓർഡർ കിട്ടിയതിനു ശേഷവും വാടകക്കാരൻ ആ വാടക കുടിശ്ശിക തന്നു തീർക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് അവിടെ രണ്ടാമത് കയറി താമസിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ 12ാം ഖണ്ഡിക പ്രകാരം കോടതി നടപടികളുടെ ഇടയിൽ വാടകക്കാരന് ഇതുപോലെ വാടക കുടിശ്ശിക വരുത്തുന്ന അവസരത്തിലാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് ഈ വാടക കൊടുത്തു തീർത്ത് തിരിച്ചു കയറാൻ സാധിക്കുകയില്ല എന്നുള്ള രീതിയിലാണ്
2024 നവംബർ 7 തീയതിയിലെ കേരള ഹൈക്കോടതിയിലെ 5-അംഗ ബെഞ്ചിന്റെ വിധിന്യായത്തിൽ പറയുന്നത്. ഇതൊക്കെയാണെങ്കിലും കാലാനുസൃതമായി വളരെയേറെ മാറ്റങ്ങൾ സംഭവിക്കേണ്ട പുതിയ അമെൻമെന്റുകൾ പ്രതീക്ഷിക്കുന്ന ഒരു നിയമമാണ് കേരളത്തിലെ വാടക നിയമം. അതിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കേരളത്തിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒരു പുതിയ നിയമം ഉണ്ടാക്കുമെന്നും അത് വാടകക്കാരനും കെട്ടിട ഉടമസ്ഥനും സമഭാവനയോടെ കാണുന്ന ഒരു നിയമമായിരിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.